കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ എടക്കോടവയിൽ നിന്ന് വരുന്നു. 2024 ജൂലൈ 21 ഞാൻ കൃപാസനത്തിൽ വന്ന് യാദൃച്ഛികമായ സമയത്താണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 30 വർഷത്തോളമായി എനിക്ക് എല്ലാ മാസവും പനി വരുമായിരുന്നു. പനി എന്ന് പറയുമ്പോൾ പനി മാത്രമല്ല, പനി വന്നു കഴിഞ്ഞാൽ 1 വീക്ക് ഞാൻ റെസ്റ്റ് എടുക്കണം. ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയി, ഒരുപാട് ഡോക്ടർമാർ കണ്ടിട്ട് അതിന് മെഡിസിനോ കാര്യങ്ങളൊന്നും തന്നിട്ടൊന്നും മാറുന്നില്ല. അതിനുശേഷം ഒരു 15 വർഷത്തോളമായി പനിയുടെ കൂടെ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം വന്നു. ബ്രീത്തിങ് പ്രോബ്ലം വന്നിട്ട് എനിക്ക് ഒരു തരി ശ്വാസം എടുക്കാൻ പറ്റില്ല. അതിനുശേഷം അതും കൂടെ ഞാൻ കാണിക്കാൻ വേണ്ടി ഒരുപാട് ഡോക്ടറെ അടുത്ത് പോയി. അവർ മെഡിസിൻ തന്നതല്ലാതെ അതിനുശേഷം എന്നോട് പറഞ്ഞു ഇൻഹേലർ യൂസ് ചെയ്തോ. ഞാൻ യൂസ് ചെയ്തില്ല. അങ്ങനെയാണ് കൃപാസനത്തിൽ എനിക്ക് വരാൻ പറ്റിയത്. കൃപാസനത്തിൽ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി രാവിലെ 5:30 തൈലം തേക്കും. പിന്നെ അതുകൂടാതെ ഉപ്പിട്ട് വെള്ളം എടുക്കും. അത് ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ മാസം എനിക്ക് പനി വന്നില്ല. അതിനുശേഷം എനിക്ക് ഇത്രയും നാളായിട്ട് എനിക്ക് ഒരു പനി പോലും വരാൻ എനിക്ക് വന്നില്ല. പിന്നെ അതുകൂടാതെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റി, കുമ്പസാരിക്കാൻ പറ്റി, എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റി. പിന്നെ അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കും. അതുകൂടാതെ അനാഥാലയങ്ങളിൽ പോയി പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, ഫുഡ് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതുകൂടാതെ ഞാനൊരു കമ്പനിയിലെ മാനേജറാണ്. അപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കമ്പനി കൂടി ചെറിയ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസനത്തിലെ ഉപ്പും തൈലവും യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല. അതുകൂടാതെ എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ എൻ്റെ കൂട്ടുകാരും ആരും അതിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും പിന്നെ വിടുതൽ കിട്ടി. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പ്രഭാഷകൻ 38:9 മകനെ